കോട്ടയം ഭരണങ്ങാനത്ത് മീനച്ചിലാറ്റിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. അടിമാലി സ്വദേശി അമൽ കെ ജോമോന്റെ മൃതദേഹമാണ് കളിയാമക്കൽ ചെക്ക് ഡാമിന് സമീപത്ത് നിന്ന് കിട്ടിയത്. ഇന്നലെ വൈകിട്ട് സുഹൃത്ത് ആൽബിന്റെ മൃതദേഹം കിട്ടിയിരുന്നു. ശനിയാഴ്ച വൈകിട്ടാണ് ഇരുവരും ഒഴുക്കിൽപ്പെട്ടത്. ജോസി ബാബു വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ജോസി, എവിടെ നിന്നാണ് മൃതദേഹം കിട്ടിയത്? നിഷാദ്, കഴിഞ്ഞ ദിവസം കുട്ടികളെ കാണാതായ വിലങ്ങപ്പാറയ്ക്ക് സമീപം അമ്പലക്കടവിന് അടുത്തു നിന്നാണ് ഈ രണ്ടാമത്തെ വിദ്യാർത്ഥിയുടെ മൃതദേഹം ലഭിച്ചത്. രാവിലെ 7 മണിയോടുകൂടി തിരച്ചിൽ ആരംഭിച്ചിരുന്നു. 10 മണിയോടുകൂടിയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം പോലീസിന്റെയും കൂടാതെ ഈരാറ്റുപേട്ടിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തക സംഘടനയുടെ കൂട്ടായ്മയായ നന്മക്കൂട്ടം പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു 2 ദിവസമായി തിരച്ചിൽ നടത്തിയത്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച വൈകിട്ടാണ് അടിമാലി സ്വദേശി മുണ്ടക്കയം സ്വദേശിയായ ആൽബിൻ, അമൽ എന്നിവർ ഒഴുക്കിൽപ്പെട്ടത്. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു ഇവർ ഒഴുക്കിൽപ്പെട്ടത്. പിന്നീട് ഇന്നലെ നടത്തിയ തിരച്ചിലിൽ ആൽബിന്റെ മൃതദേഹം കണ്ടെത്തി. തുടർന്ന് ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഇപ്പോൾ അമലിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് അടക്കമുള്ളവർക്ക് ഈ രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിയിരുന്നു. എന്തായാലും ഭരണങ്ങാനത്തുള്ള ജർമ്മൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളായ 4 പേരായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടത്. അവരിൽ 2 പേർ നീന്തി രക്ഷപ്പെട്ടു. ഈ അടിയൊഴുക്ക് കൂടുതലുള്ള പ്രദേശമാണ് ഈ വിലങ്ങപ്പാറ ഭരണങ്ങാനം മീനച്ചിലാറിന്റെ ഭാഗം. ഈ ഭാഗത്ത് അപരിചിതരായ ആളുകളൊക്കെയും നീന്താൻ ഇറങ്ങുന്ന നാട്ടുകാർ വിലക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ വിദ്യാർത്ഥികൾ എത്തിയ സമയത്ത് അവിടെ നാട്ടുകാരും ഉണ്ടായിരുന്നില്ല. തുടർന്ന് 2 പേർ ഒഴുക്കിൽപ്പെട്ടപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ ബഹളം വെക്കുകയും അത് നാട്ടുകാരെ വിവരം അറിയിക്കുകയുമായിരുന്നു. തുടർന്നാണ് വലിയ തോതിൽ 2 ദിവസമായുള്ള തിരച്ചിൽ നടത്തിയത്. അതിനിടെ ഈ ജലനിരപ്പ് ഉയർന്നു നിന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കളിയാമക്കൽ എന്ന് പറയുന്ന തൊട്ട് സമീപത്തെ ചെക്ക് ഡാം തുറന്നു വിടുകയും വെള്ളം താഴ്ന്ന നിലയിലാക്കുകയും ചെയ്തതിനു ശേഷമായിരുന്നു വീണ്ടും തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഇന്നലെ ആദ്യ മൃതദേഹം കിട്ടിയത്. പിന്നീട് ഇപ്പോൾ രണ്ടാമത്തെ മൃതദേഹം കിട്ടിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ജോസി വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.